നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന രീതിയിലുള്ള കുറേ വാക്കുകൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് കമൻറ്റ് സെക്ഷനിലുള്ള ഒരു സജഷനിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പുതിയതെന്ന് പറയുന്നതിന് നയ എന്നാണ് വാക്ക്. നയ പുതിയത്. അപ്പോൾ പഴയതിന് എന്തുവാണ്? പുരാന. പഴയതിന് പുരാന. നയ പുതിയത്, പുരാന പഴയത്. നിൻ്റെ ഷർട്ട് പുതിയതാണോ? അതെങ്ങനെ ചോദിക്കും? തുമാരാ ഷർട്ട് നയാ ഹേ ക്യാ? അങ്ങനെ ചോദിക്കാം. അപ്പം നമ്മൾ പറയാം അല്ല പഴയതാ. നഹി പുരാനാ ഹേ. പഴയതാന്നുള്ളത് എങ്ങനെ പറയും? പുരാനാ ഹേ. അതല്ല ഇനി പുതിയതാണെന്ന് പറയണമെങ്കിൽ നയാ ഹേ. ഇതുപോലെ എന്ത് കാര്യവും പഴയതാണോ പുതിയതാണോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഈ നയ പുരാന ചേർത്തിട്ട് ചോദ്യവും ചോദിക്കാം, ഉത്തരവും പറയാം. ഓക്കെ, അത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വേർഡ്സ് നോക്കാം. അകത്തെന്നുള്ളതിന് അന്തർ. അന്തർ അകത്ത്. അപ്പോൾ വെളിയിൽ നിന്നുള്ളതിന് ബാഹർ. വെളിയിൽ നിന്നുള്ളതിന് ബാഹർ. ഇനി നമുക്ക് ഇത് വെച്ചുള്ള സെൻറ്റൻസ് നോക്കാം. നിങ്ങൾ അകത്തുണ്ടോ അല്ലെങ്കിൽ അകത്താണോ എങ്ങനെ ചോദിക്കാം? ആപ്പ് അന്തർ ഹേ ക്യാ? നമ്മൾ തും ചേർക്കാതെ ആപ്പ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിയിലാണോ? ബാഹർ ഹേ ക്യാ? ഞാൻ വെളിയിലാണെന്ന് എങ്ങനെ പറയും? മേ ബാഹർ ഹൂ. ഇനി ഞാൻ അകത്താണ്, മേ അന്തർ ഹൂ. അവൻ വെളിയിലാണ്, വ ബാഹർ ഹേ. അവൻ അകത്താണ്, വ അന്തർ ഹേ. അകത്തുണ്ടെന്ന് പറയുമോ? വ അന്തർ ഹേ. നമുക്ക് അടുത്തത് നോക്കാം. കുറവ് അതെങ്ങനെ പറയും? കം. കം കുറവ് അല്ലെങ്കിൽ കുറച്ച് എന്നുള്ള അർത്ഥം. കൂടുതൽ എന്നുള്ളതിന് അധിക്. കൂടുതൽ എന്നുള്ളതിന് അധിക്. ജാഥ എന്നും പറയാം. ഇനി നമുക്ക് കം വെച്ചുള്ള സെൻറ്റൻസ് നോക്കാം. ഇതിൽ ഉപ്പ് കുറവാണ് എങ്ങനെ പറയും? ഇസ്മേ നമക് കം ഹേ. ഇസ്മേ എന്ന് പറഞ്ഞാൽ ഇതിൽ, നമക് ഉപ്പ്, കം ഹേ കുറവാണ്. ഇതിൽ ഉപ്പ് കൂടുതലാണ് അതെങ്ങനെ പറയും? ഇസ്മേ നമക് ജ്യാദാ ഹേ അല്ലെങ്കിൽ അധിക് ഹേ, രണ്ടും പറയാം. ഇസ്മേ നമക് അധിക് ഹേ, അധിക് അല്ലെങ്കിൽ ജ്യാദാ ഹേ എന്നും പറയാം. ഇനി ഇതിൽ എരിവാണെങ്കിൽ കൂടുതൽ എങ്ങനെ പറയും? ഇതിൽ എരിവ് കൂടുതലാണ്. ഇസ്മേ മിർച്ചി ജ്യാദാ ഹേ. അല്ലെങ്കിൽ ഈ കൂട്ടാനിൽ എണ്ണ കൂടുതലാണ് അതെങ്ങനെ പറയും? ഏ സബ്ജി മേ തേൽ അധിക് ഹേ അല്ലെങ്കിൽ തേൽ ജ്യാദാ ഹേ. രണ്ടിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നല്ലതെന്നുള്ളതിന് അച്ഛ എന്ന് പറയും നമ്മൾ. നല്ലതെന്നുള്ളതിന് അച്ഛ. ചീത്ത എന്നുള്ളതിന് ബുര. ബുര ചീത്ത എന്നുള്ളതിന്. നമുക്കിത് വെച്ചുള്ള സെൻറ്റൻസ് നോക്കാം. ഇത് നല്ലതാണോ എങ്ങനെ ചോദിക്കും? ക്യാ ഏ അച്ഛാ ഹേ അല്ലെങ്കിൽ ഏ അച്ഛാ ഹേ ക്യാ അങ്ങനെ ചോദിക്കാം. ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇത് ചീത്തയാണോ എന്ന് എങ്ങനെ ചോദിക്കും? ഏഹ് ബുരാ ഹേ ക്യാ അല്ലെങ്കിൽ ക്യാ ഏഹ് ബുരാ ഹേ, ഇത് ചീത്തയാണോ? ഇത് നല്ലതാണ്, ഹാ ഏഹ് അച്ഛാ ഹേ. അല്ലെങ്കിൽ ഇത് ചീത്തയാണെന്നുള്ളതിന് ഏഹ് ബുരാ ഹേ അങ്ങനെ പറയാം. ഇനി ദൂരെ എന്നുള്ളതിന് ദൂർ. ദൂർ. അടുത്തെന്നുള്ളതിന് പാസ്. പാസ്. നമുക്കിത് വെച്ചുള്ള സെൻറ്റൻസ് നോക്കാം. ബസ് സ്റ്റാൻഡ് എൻ്റെ വീട്ടിൽ നിന്ന് ദൂരെയാണ് എങ്ങനെ പറയും? ബസ് സ്റ്റാൻഡ് മേരെ ഘർ സേ ദൂർ ഹേ. ബസ് സ്റ്റാൻഡ് മേരെ ഘർ സേ ദൂർ ഹേ. ഇനി ബസ് സ്റ്റാൻഡ് എൻ്റെ വീടിന് അടുത്താണ് അതെങ്ങനെ പറയും? ബസ് സ്റ്റാൻഡ് മേരെ ഘർ കെ പാസ് ഹേ. മേരെ ഘർ കെ പാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്താണ്. അടുത്തത് മുന്നോട്ട് അല്ലെങ്കിൽ മുമ്പിൽ. ആകെ. പിന്നോട്ട് അല്ലെങ്കിൽ പിറകിൽ എന്നുള്ളതിന് പീछे. സെൻറ്റൻസ് നോക്കാം. നിങ്ങൾ മുമ്പോട്ട് നോക്കൂ. തും ആകെ ദേഖോ. ആകെ. തും ആകെ ദേഖോ. ഇനി പിറകോട്ട് നോക്കുന്നാണെങ്കിൽ തും പീछे ദേഖോ. നിങ്ങൾ പുറകോട്ട് നോക്കൂ. തും പീछे ദേഖോ. ഇല്ലെങ്കിൽ ബാഗ് മുമ്പിൽ വയ്ക്കൂ എങ്ങനെ പറയും? ബാഗ് ആകെ രഖോ. ഇനി ബാഗ് പുറകിൽ വയ്ക്കൂ. ബാഗ് പീछे രഖോ. അങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി വില കുറഞ്ഞത് അതെങ്ങനെ പറയും? സസ്ത. വില കുറഞ്ഞത് സസ്ത. അപ്പോൾ വില കൂടിയതെന്ന് എങ്ങനെ പറയും? മെഹങ്ക. വില കൂടിയതിന് മെഹങ്ക എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. നമ്മളൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തിൻ്റെയെങ്കിലും വില ചോദിക്കും. അപ്പോൾ വില നമുക്ക് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വോ ബഹുത് സസ്താ ഹേ.
അത് വളരെ വിലക്കുറവാണ്. വോ ബഹുത് സസ്താ ഹേ. ഇനി അതിന് വില കൂടുതലായിട്ട് തോന്നിയാൽ നമ്മൾ എന്ത് പറയും? ഓ അത് വില കൂടുതലാണ്. വോ ബഹുത് മെഹങ്കാ ഹേ എന്ന് പറയും. വോ ബഹുത് മെഹങ്കാ ഹേ. അടുത്തത് ശൂന്യം അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത, അതെങ്ങനെ പറയും? ഖാലി. ഖാലി. നിറഞ്ഞ് അല്ലെങ്കിൽ നിറച്ചുള്ളതിന് ഭര എന്ന് പറയും നമ്മൾ. ഭര. സഞ്ചിയിൽ ഒന്നുമില്ല, അതെങ്ങനെ പറയും? സഞ്ചി എന്നുള്ളതിന് തൈലി എന്ന് പറയും. തൈലി ഖാലി ഹേ. തൈലി ഖാലി ഹേ. സഞ്ചിയിലൊന്നുമില്ല, സഞ്ചി ശൂന്യമാണ്. ഇനി സഞ്ചി നിറഞ്ഞിരിക്കുവാണെന്നുള്ളത് എങ്ങനെ പറയും? തൈലി ഭരാ ഹേ. അല്ലെങ്കിൽ ധൈലി ഭരാ ഹുവാ ഹേ എന്നും പറയാം. ധൈലി ഭരാ ഹുവാ ഹേ, അത് നിറഞ്ഞിരിക്കുക എന്ന്. ഇപ്പം നമ്മൾ ചോദിക്കുക, ഗ്ലാസ്സിൽ വെള്ളമുണ്ടോ? ഗ്ലാസ് മേ പാനി ഹേ ക്യാ? നമ്മൾ പറയുവാണ്, ആ ഇല്ല, ഇതിൽ വെള്ളമില്ല. നഹി ഗ്ലാസ് മേ പാനി നഹി. അത് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ഗ്ലാസ് ഖാലി ഹേ. ഗ്ലാസ് ഖാലി ഹേ. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞിരിക്കുക. ഗ്ലാസ് ഭരാ ഹുവാ ഹേ. ഗ്ലാസ് പാനി സെ ഭരാ ഹുവാ ഹേ. ഇനി ശരി എന്നുള്ളതിന് സഹി എന്ന് പറയും. സഹി. തെറ്റെന്നുള്ളതിന് ഗലത്ത്. ഗലത്ത്. നമുക്ക് സെൻറ്റൻസ് നോക്കാം. നിൻ്റെ ഉത്തരം ശരിയാണ്, അതെങ്ങനെ പറയും? തുമാര ഉത്തർ സഹി ഹേ. ഇനി നിൻ്റെ ഉത്തരം തെറ്റാണെന്നുള്ളതിന് തുമാര ഉത്തർ ഗലത് ഹേ എന്ന് പറയണം. നീ ചെയ്തത് ശരിയാണ്, അതെങ്ങനെ പറയും? തുമ്നെ ജോ കിയ വോ സഹി ഹേ. തുമ്നെ ജോ കിയ വോ സഹി ഹേ. ഇനി നീ ചെയ്തത് തെറ്റാണ്, അതെങ്ങനെ പറയും? തുമ്നെ ജോ കിയ വോ ഗലത് ഹേ. തുമ്നെ ജോ കിയ വോ ഗലത് ഹേ എന്ന് നമുക്ക് പറയാം. അടുത്തത് ദരിദ്രൻ, പണമില്ലാത്തവൻ, അതിന് ഗരീബ്. ഗരീബ്. ഇനി പണമുള്ളയാൾ, പണക്കാരൻ, അതിന് അമീർ എന്ന് പറയും. അമീർ. അവൻ ദരിദ്രനാണ്. വോ ഗരീബ് ഹേ. വോ ഗരീബ് ഹേ എന്ന് പറയും. അവൻ പണക്കാരനാണ്, അതെങ്ങനെ പറയും? വോ അമീർ ഹേ. വോ അമീർ ഹേ. ഇനി ഒന്നെന്നുള്ളതിന് ഏക്ക്, അതെല്ലാവർക്കും അറിയാം. ഏക്ക്. ഒരുപാടുള്ളതിന് അനേകെന്ന് പറയും. ഒന്നെന്നുള്ളതിന് ഏക്ക്, ഒരുപാടെന്നുള്ളതിന് അനേക്. എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്, അതെങ്ങനെ പറയും? മുझे एक काम करना है. മുझे एक काम करना है. എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്. എനിക്കൊരുപാട് ജോലി ചെയ്യാനുണ്ട്. മുझे अनेक काम करना है. മുझे अनेक काम करना है. വേറൊരു സെൻറ്റൻസ് നോക്കാം. എനിക്കൊരാളെ കാണണം. മുझे एक आदमी से मिलना है. എനിക്കൊരാളെ കാണാനുണ്ട്. മുझे एक आदमी से मिलना है. എനിക്ക് ഒരുപാട് പേരെ കാണാനുണ്ടെന്ന് പറയാൻ മുझे अनेक लोगों से मिलना है. मुझे अनेक लोगों से मिलना है. ഇനി മധുരം എന്നുള്ളതിന് മീഠ. മീഠ. കയ്പ് എന്നുള്ളതിന് കടുവ. കയ്പ്, കടുവ. എനിക്ക് മധുരം ഇഷ്ടമാണ്, എങ്ങനെ പറയും? മുझे मीठा पसंद है. मुझे मीठा पसंद है. ഇത് ഭയങ്കര കയ്പാണ്, എങ്ങനെ പറയും? ए बहुत കടുവാ ഹേ. ए बहुत കടുവാ ഹേ. യഹ് എന്നുള്ളതിനാണ് നമ്മൾ എ എന്നും പറയും സംസാര ഭാഷയിൽ. എ ബഹുത് കടുവാ ഹേ. ഇനി ചെറുത് എന്നുള്ളതിന് ഛോട്ട. ഛോട്ട. വലുതെന്നുള്ളതിന് ബഡാ. ബഡാ. നമുക്കിത് വെച്ചുള്ള സെൻറ്റൻസ് നോക്കാം. എനിക്ക് ആ വലിയ ബോളാണ് വേണ്ടത്, എങ്ങനെ പറയും? മുझे वो बड़ा बॉल चाहिए. मुझे वो बड़ा बॉल चाहिए. എനിക്ക് ചെറുത് വേണം, അതെങ്ങനെ പറയും? മുझे छोटा चाहिए. മുझे छोटा वाला चाहिए. അങ്ങനെ നമുക്ക് പറയാം. ഇനി യാഥാർത്ഥ്യത്തിലുള്ളത്, അതിന് അസലി എന്ന് പറയും. അസ്ലി. വ്യാജമായിട്ടുള്ളതിനെ നമ്മൾ നക്കലി എന്ന് പറയും. നക്ലി. നമ്മൾ ഒരാളുടെ കഴുത്തിൽ നല്ല ഒരു മാല കിടക്കുന്ന കാണുമ്പം അത് സ്വർണ്ണമാണോ അല്ലയോ, അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നറിയാം? ഏ അസ്ലി ഹേ കി നക്ലി ഹേ. അസ്ലി എന്നുള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത് സോനേക്കായി ഹേക്കാ. ഏ അസ്ലി ഹേ ക്യാ നക്ലി എന്നുവെച്ചാൽ അത് പൂശിയതാണോ എന്ന രീതിയിൽ ചോദിക്കുന്നതാണ്. ഭാരം കുറഞ്ഞതിന് ഹൽക്ക എന്ന് പറയും. ഹൽക്ക. അപ്പോൾ ഭാരമുള്ളതിന് ഭാരി. ഭാരി. ഇത് വെച്ചുള്ള സെൻറ്റൻസ് നോക്കാം. ഒരു സാധനം നിറച്ച് വെച്ച ഒരു ബാഗ് നമ്മളെടുത്ത് പൊക്കിയിട്ട് പറയുക, ഏ ബഹുത് ഹൽക്ക ഹേ.
ഏ ബഹുത്ത് ഹൽക്കാ ഹേ എന്ന് പറഞ്ഞാൽ ഇതിന് ഭാരം വളരെ കുറവാണ്. ഇതിന് ഭാരം കൂടുതലാണെന്ന് എങ്ങനെ പറയും? ഏ ബഹുത്ത് ഭാരി ഹേ, ഇതിന് വളരെ ഭാരം കൂടുതലാണ്. ഏ ബഹുത്ത് ഭാരി ഹേ എന്ന് പറയും. സത്യം എന്നുള്ളതിന് സച്ച്, സച്ച്. കള്ളം എന്നുള്ളതിന് ഝൂട്ട്, ഝൂട്ട്. നമുക്ക് ഇതുകൊണ്ടുള്ളൊരു സെൻറ്റൻസ് നോക്കാം. വ സച്ച് ബോൾ രഹാ ഹേ എന്ന് പറഞ്ഞാൽ അവൻ സത്യം പറയുകയാണ്. വഹ് സച്ച് ബോൾ രഹാ ഹേ. ഇനി അവൻ കള്ളം പറയുകയാണെന്നുള്ളതിന് വഹ് ഝൂട്ട് ബോൾ രഹാ ഹേ. അവൻ എപ്പോഴും സത്യമേ പറയൂ. അതെങ്ങനെ പറയും? വോ ഹമേശ സച്ച് ബോൾത്താ ഹേ, വോ ഹമേശ സച്ച് ബോൾത്താ ഹേ. ഇനി അവൻ എപ്പോഴും കള്ളമാണ് പറയുന്നത്. വോ ഹമേശ ഝൂട്ട് ബോൾത്താ ഹേ. പുതിയതെന്നുള്ളതിന് താജ, ഫ്രഷ്, താജ. പഴകിയതെന്നുള്ളതിന് ബാസി, ബാസി. അപ്പോൾ ഇത് വെച്ചുള്ള സെൻറ്റൻസ് നമുക്ക് നോക്കാം. പച്ചക്കറി ഫ്രഷ് ആണോ? അതെങ്ങനെ ചോദിക്കും? സബ്ജി താജ ഹേ ക്യാ, സബ്ജി താജ ഹേ ക്യാ. സബ്ജി ഫ്രഷ് ആണോ? അല്ല, ഫ്രഷ് അല്ല, അത് പഴകിയതാണെന്ന് എങ്ങനെ പറയും? ഓ ബാസി ഹേ, ഓ ബാസി ഹേ. പഴകിയ ഭക്ഷണത്തിന് നമ്മളെന്ത് പറയും? ബാസി ഖാന. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ പ്രയോജനകരമായിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഈ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള കുറേ വേറെ സെൻറ്റൻസുകളുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്